നമസ്കാരം. അമേരിക്കൻ പടക്കപ്പലുകളിൽ നിന്നും ബോംബ് വർഷം. ഇറാനെ ഉന്നമിട്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, ചിലപ്പോൾ മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷം, ഇറാനെ ഉന്നമിട്ടുകൊണ്ട് അമേരിക്കൻ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളുമൊക്കെ പുറപ്പെടുന്നു. മധ്യേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. പല രാജ്യങ്ങളും ജാഗ്രത പാലിക്കുന്നു. അതിൽ ഇസ്രായേലും ബാക്കി ഗൾഫ് രാജ്യങ്ങളും അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ഇറാന്റെ ഒരു വാചകം തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും പുനർചിന്തനം നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്നു. ഞങ്ങൾ തോക്കിന്റെ കാഞ്ചിയിൽ വിരൽ വച്ചിരിക്കുകയാണ്, ആദ്യത്തെ വെടി ഞങ്ങൾ പൊട്ടിക്കുമെന്നുള്ളതാണ്. ലോക സമാധാനം ലക്ഷ്യമിട്ട് ബോർഡ് ഓഫ് പീസ് എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് രൂപം നൽകി 24 മണിക്കൂറിനുള്ളിൽ ഇറാനെതിരെ സൈനിക നീക്കത്തിന് ആഹ്വാനം ചെയ്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിനെതിരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് US വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കണും മിസൈൽ നശിപ്പിക്കുവാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും അറബിക്കടലിലേക്കും പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്കും നീങ്ങി അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ ഡിസംബർ 28 തുടങ്ങിയ പ്രതിഷേധങ്ങൾ ഇതുവരെ ഏകദേശം 3000 മുതൽ 5000 വരെ അനൌദ്യോഗിക റിപ്പോർട്ടുകളാണ് കൊല്ലപ്പെട്ടതായാണ് ഇറാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ മരണസംഖ്യ 20,000 കടന്നിട്ടുണ്ടാകാമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആശങ്കപ്പെടുന്നു. തെക്കൻ ചൈന കടലിലായിരുന്നു എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ ഇതിന്റെ ലൊക്കേഷൻ പരസ്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധം മറച്ചു വെച്ചിരിക്കുന്നു. ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന F-15E സ്ട്രൈക്ക്, ആ ഈഗിൾ വിമാനങ്ങൾ ഇതിനകം തന്നെ പശ്ചിമേഷ്യയിലെ രഹസ്യ വിമാനത്താവളങ്ങളിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ, ഖത്തർ തുടങ്ങിയ സഖ്യരാജ്യങ്ങളിൽ നിന്ന് താഡ് പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു. 2025 ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ബങ്കർ ബ്ലസ്റ്റർ, ആ ആക്രമണത്തിന് ശേഷം അവിടുന്ന് കാണാതായ 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയത്തെക്കുറിച്ചടക്കം ഇപ്പോഴും വിവരമില്ലാത്ത സാഹചര്യത്തിൽ 10 ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഈ യുറേനിയം കണ്ടെത്താൻ കഴിയാതായി പോയിരിക്കുന്നു. ഇറാൻ വീണ്ടും ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴും ഇറാൻ ഇതിലൊന്നും ഒരു കുലുക്കവുമില്ല. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആദ്യത്തെ വെടി ഞങ്ങൾ പൊട്ടിക്കാതിരിക്കാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഞങ്ങളുടെ വിരലുകൾ ഞങ്ങളുടെ പട്ടാളക്കാരുടെ കാഞ്ചിയിലാണ്, തോക്കിന്റെ കാഞ്ചിയിലാണ് ഇരിക്കുന്നത് എന്നുമുള്ള ഉറപ്പും മുന്നറിയിപ്പും ട്രംപിന് നൽകുന്നതും അവിടെയാണ്. മാത്രമല്ല, ട്രംപ് സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള യുദ്ധവാഹിനി കപ്പലുകളും വ്യോമ അതിർത്തിയിലേക്കുള്ള പ്രവേശനവുമൊക്കെ വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന് ഏത് സമയത്താണോ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്, അടുത്ത നിമിഷം അമേരിക്കയിലേക്ക് കൃത്യമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയൊക്കെ നീക്കങ്ങൾക്കെതിരെ തങ്ങൾ സർവ്വസജ്ജരായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചതടക്കം അവിടുത്തെ ജനതയെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ്. തങ്ങൾ തോക്കിന്റെ കാഞ്ചിയിൽ വിരൽ വച്ചിരിക്കുകയാണ് എന്നും പ്രക്ഷോഭങ്ങൾ ഇളക്കിവിടുന്നത് അമേരിക്കയുടെ തന്ത്രമാണ് എന്നും അത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ ഇറക്കിവിടുന്ന അടുത്ത നിമിഷം അമേരിക്കക്കെതിരെ ട്രംപിനെ ആഞ്ഞടിക്കുവാൻ തന്നെയാണ് തങ്ങളുടെ ഉദ്ദേശമെന്നും അവർ കൃത്യമായി പറയുന്നുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയപ്പെടുന്ന ഇസ്രായേൽ ആയിരിക്കും. അതിനാൽ തന്നെ അയൺ ഡോം, ആരോം തുടങ്ങിയിട്ടുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കി ഇസ്രായേൽ അതീവ ജാഗ്രതയിൽ നിലനിൽക്കുകയാണ്. അമേരിക്കൻ നീക്കത്തിന് ശക്തമായിട്ടുള്ള പിന്തുണ നൽകുന്നതിനോടൊപ്പം തന്നെ ഈ ബഹുമുഖ യുദ്ധം ഒഴിവാക്കുവാനും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വല്ലാത്ത യുദ്ധം ഉണ്ടാകും. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന അടുത്ത നിമിഷം ഇറാനും മാത്രമല്ല, ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് അമേരിക്കയെ മാത്രമല്ല, ഇസ്രായേലിനെയും ഖത്തറിനെയും ഒമാനെയും സൗദിയും അടക്കമുള്ള രാജ്യങ്ങളെ വളരെ കൃത്യമായി ആക്രമണത്തിലേക്ക് കൊണ്ടുവരും. അത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതായി പോകുന്നത് ഇസ്രായേൽ അടക്കമുള്ള, ഖത്തർ അടക്കമുള്ള, ഒമാൻ അടക്കം ഉള്ള രാജ്യങ്ങൾക്കാണ്, ഗൾഫ് രാജ്യങ്ങൾക്കടക്കം ആ സംവിധാനത്തിന്, ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഈ യുദ്ധമെന്ന് പറയപ്പെടുന്നത് ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാമായിരുന്നു ചിലപ്പോൾ യുദ്ധത്തിന്റെ സാഹചര്യം ഒന്ന് മാറിയേക്കാം. കാരണം ഇറാന്റെ ഭീഷണി അല്ലെങ്കിൽ ഇറാന്റെ മുന്നറിയിപ്പും വളരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കലും ഒക്കെ കൃത്യമായിരുന്നു. അതായത് അവർ പറഞ്ഞത്രേ ഉള്ളൂ, അമേരിക്ക ഏത് നിമിഷമാണോ തങ്ങൾക്കെതിരെ ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത്, അടുത്ത നിമിഷം ഈ പറയുന്ന ഇസ്രായേലിലാണെങ്കിലും ഖത്തറിലും ഒമാനിലും സൗദിയിലും അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാൻ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ ഭയന്നുകൊണ്ട് അമേരിക്ക പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇസ്രായേൽ
പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ. കാരണം ഇറാൻ ആദ്യത്തെ വെടി US പൊട്ടി പുറപ്പെടുവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വെടി പൊട്ടുന്നത് അമേരിക്കയിലായിരിക്കില്ല, പകരം ആദ്യത്തെ വെടി പൊട്ടുന്നത് അങ്ങ് ഇസ്രായേലിലായിരിക്കും എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. മാത്രമല്ല ഖത്തറിന്റെയും ഒമാന്റെയും തീരങ്ങളിലൂടെ കടന്നു പോകുന്ന യുദ്ധവാഹിനി കപ്പലുകളിൽ നിന്ന് ബോംബ് വർഷങ്ങൾ വളരെ കൃത്യമായി ഉണ്ടാകുന്നുള്ള സൂചന കൂടി ഇറാൻ നൽകുകയും ചെയ്തിരുന്നു. അമേരിക്കയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ഒപ്പം തന്നെ ഇസ്രായേലിനെയും ഇറാൻ ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു സംവിധാനത്തിലേക്ക് എത്തുകയും ചെയ്തു. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഒമാനും സൗദിയും അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് മിസൈൽ വർഷം അല്ലെങ്കിൽ ബോംബ് വർഷം ഉണ്ടാകുമെന്നുള്ള സൂചന വളരെ കൃത്യമായി ഇറാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയത്തോടു കൂടിയാണ് ഈ ഇസ്രായേലും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഈ യുദ്ധത്തെ കാണുന്നത്. ഇറാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സമീപനത്തിലേക്ക് പോയതും. മാത്രമല്ല റഷ്യൻ ഇടപെടലുകൾ അടക്കം ഇറാന്റെ ഭാഗത്തേക്ക് ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി വന്നപ്പോൾ റഷ്യയുടെ സഹായ സഹകരണങ്ങൾ, ചൈനയുടെ സഹായ സഹകരണങ്ങളൊക്കെ ഇറാന് ലഭിക്കുമെന്നുള്ള സാധ്യത കൂടി വന്നപ്പോഴാണ് അമേരിക്ക അടക്കം പിന്നാക്കം പോയത്. പക്ഷെ വീണ്ടും യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ യുദ്ധവാഹിനി കപ്പലുകൾ, ആ പടക്കപ്പലുകളിൽ നിന്ന് ബോംബ് വർഷം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. ഇറാനെ ഉന്നമിട്ടുകൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പറന്നു തുടങ്ങുന്നു. ഇതൊക്കെ ലക്ഷ്യം വെക്കുമ്പോഴും പക്ഷേ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത് എപ്പോഴാണ്, ഏത് സമയത്താണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഏത് വിധേനയാണെങ്കിലും അടുത്ത 24 മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ബോംബ് വർഷം ഉണ്ടാകും. അത് പടക്കപ്പലുകളിൽ നിന്നോ വ്യോമവാഹിനികളിൽ നിന്നുള്ള മിസൈൽ ആക്രമണമോ ബോംബ് വർഷവുമോ തന്നെയായിരിക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.